ഓടുന്ന ട്രെയിനിൽ ഡാൻസ് റീൽ ചിത്രീകരിക്കാമോ? തീവണ്ടിയിൽ ദൃശ്യങ്ങൾ പകർത്തി പുറത്തുവിടുന്നതിന് നിയന്ത്രണങ്ങളൊക്കെ ഉണ്ട്. അനുമതിയില്ലാതെ ട്രെയിനിൽ വെച്ച് ഡാൻസ് റീല് ചിത്രീകരിക്കാൻ പാടില്ല. അങ്ങനെ ചിത്രീകരിച്ച 2 യുവാക്കൾക്കെതിരെ RPF കേസെടുത്തിരിക്കുകയാണ്. എറണാകുളം സ്വദേശി ജിസ്മോൻ, മൂവാറ്റുപുഴ സ്വദേശിയായ കിരൺ എന്നിവർക്കെതിരെയാണ് ആലുവ പോലീസ് കേസെടുത്തത്. ഈ മാസം 4-ാം തീയതിയാണ് ബംഗളൂരുവിൽ നിന്നും കേരളത്തിലേക്ക് വരികയായിരുന്ന ട്രെയിനിൽ ഈ ഡാൻസ് ചിത്രീകരിച്ചത്. ഞങ്ങളെ തൂക്കിക്കൊല്ലണം, ശരിക്കും വരാൻ പണിഷ്മെന്റ് മാത്രം പോരാ, ശരിക്കും ഒരു തൂക്കിക്കൊല്ലണം, അല്ലെങ്കിൽ വെടിവെച്ച് കൊല്ലെങ്ങാനും ചെയ്യണം. സത്യം പറഞ്ഞ അത്രമാത്രം തെറ്റപ്പോ അവർ ചെയ്ത സംഭവം. കാരണം റെയിൽവേനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനൊരു സംഭവം എന്താ പറയാ നടക്കാൻ പാടില്ലാത്തതാണ്. കാരണം ഭയങ്കര ബുദ്ധിമുട്ടുള്ള ജനങ്ങൾക്ക് എന്താ പറയാ, ഇങ്ങനെ എന്താ പറയാ ഭയങ്കര എത്ര ജനങ്ങൾ കംപ്ലൈന്റ് ചെയ്തിട്ടാവൂലേ ഇപ്പൊ ഒരു പേരിൽ ഇപ്പൊ കേസ് എടുത്തിട്ടുണ്ടാവുക. സമ്മതിച്ചു, ഇതൊക്കെ പറയാണ്ടിരിക്കാൻ പറ്റില്ല കേട്ടാ. ചില കാര്യങ്ങളൊക്കെ നമുക്ക് ഇങ്ങനെ കാണുമ്പോ പ്രതികരിക്കാണ്ടിരിക്കാൻ പറ്റില്ല. കാരണം ആ 2 പിള്ളേര് സംഭവം ട്രെയിനിൽ വെച്ചിട്ട് ഒരു റീൽസ് എടുത്തു, ആ സാധനം വൈറലായി. ആലുവ പോലീസ് സ്റ്റേഷനിൽ അവിടുന്ന് അവർക്ക് കേസ് എടുത്തു. റെയിൽവേ ഇവർക്കെതിരെ ഫൈൻ ചാർജ് ആക്കി. അപ്പൊ എനിക്ക് പറയാൻ പറ്റില്ല, ബാക്കിയൊക്കെ കണ്ടിട്ടാണ്ട് തെളിഞ്ഞു. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും അതിൽ സഞ്ചരിച്ചിരുന്ന ഏതെങ്കിലും ഒരാളുടെ പരാതിയുടെ പുറത്താണോ ചെയ്തത്? അല്ല, ഇത് സ്വമേധയാൽ കേസ് എടുത്തിട്ടുള്ളതാണ് ഈ സംഭവം. എത്ര നിങ്ങൾക്ക് വേറെ നിങ്ങൾ ട്രെയിനിൽ സഞ്ചരിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോസ് ഒന്ന് കണ്ടാക്കി നോക്ക്. ഇപ്പോഴും കാലങ്ങളായിട്ട് നോർത്തിൽ നിന്ന് ഇങ്ങോട്ട് കടക്കുമ്പോഴായാലും എന്താ പറയുക, കർണാടക വഴിക്ക് വരികയാണെന്നുണ്ടെച്ചെങ്കിലും കേരളത്തിലേക്ക് കടന്നുണ്ടെച്ചെങ്കിലും ശരി, ഈ ട്രെയിനിൽ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് ഈ വരെ കൊണ്ടൊക്കെ തന്നെയാണ്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെ, ആ മറ്റേ പെൺകുട്ടി ഒറ്റക്കയ്യും കയറി അലക്കി കൊന്ന കേസ്, ജിഷയുടെ അമ്മ എന്ന് മരണപ്പെട്ടു എന്നൊക്കെ ഒരു ന്യൂസ് കേട്ടിരുന്നു. എന്താ പറയാ, എന്തായാലും ആവട്ടെ, ആ ഒരു ചാപ്റ്റർ ഇപ്പൊ അതോട് കൂടിയിട്ട് അവിടെ ക്ലോസ് ആയി. ആരുമില്ല ഇന്ന് അധികം അതിനെ പബ്ലിസിറ്റി ചെയ്യാനോ. ഇത്ര കാലം ആ ജിഷയുടെ അമ്മയുടെ പിന്നാലെ മയക്കും കൊണ്ട് നടന്നിരുന്ന ഒരു മാധ്യമ പ്രവർത്തനം കണ്ടില്ല കേട്ടാ. ആ ന്യൂസ് ഒന്ന് നാട്ടുകാരെ അറിയിക്കാനായിട്ട് ഏതൊരു ചെറിയൊരു ലോക്കൽ ചാനലിൽ കണ്ടൊരു വീഡിയോ ആണ് അത്. എന്തായാലും ജിഷയുടെ അമ്മയ്ക്ക് പ്രണാമം. പക്ഷെ ഈ കേസ് നമ്മൾ വിഷയത്തിൽ നിന്ന് തെന്നു മാറി നൈസായിട്ട്. അപ്പൊ എന്തായാലും ഇവരെ ഞാൻ പറയും തൂക്കിക്കൊല്ലേ, ഇവരെ കൊണ്ടുപോയിട്ട് വേഗം കൊണ്ടിട്ട് തൂക്കിക്കൊല്ലേ. ഒരു 4 ഡാൻസ് കളിച്ചു, അല്ലെങ്കിൽ ഇപ്പൊ ഒരു റീൽസ് എടുത്തു, അതൊന്നും വൈറലായി. അതിനാണ് ഇപ്പൊ അവരുടെ പേരിൽ കേസ് എടുത്തിരിക്കുന്നത്. അല്ലെങ്കിൽ ഇപ്പൊ പെനാൽറ്റി ഫൈനൊക്കെ അടക്കുന്നത്. എന്തായാലും പിള്ളേര് അവര് വിചാരിച്ച കാര്യം നടത്തി. എന്തായാലും ഇതിനേക്കാളും വലിയൊരു റീച്ചിങ് അവർക്ക് കിട്ടാനില്ല. എന്തായാലും എല്ലാരും ആ റീൽസ് കാണാത്തവരുണ്ടെങ്കിലൊക്കെ അവരുടെ പേജ് കയറിയിട്ടൊന്ന് റീൽസ് കണ്ടോക്കൂ കേട്ടാ.